ഹായ്, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഒരു സ്പെഷ്യൽ ഇഡ്ഡലിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഇഡ്ഡലിയുടെ കൂടെ സാമ്പാറോ ചട്നിയോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുക വെറും ഇഡ്ഡലി എങ്ങനെയാ കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കുകയെന്ന്. അപ്പം നമ്മൾക്ക് ഈ സ്പെഷ്യൽ ഇഡ്ഡലിയുടെ റെസിപ്പി ഒന്ന് കണ്ടാലോ? വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ നിങ്ങളെല്ലാവരും. അപ്പം നമ്മൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇഡ്ഡലി മാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടേ. അപ്പം ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയിലേക്ക് 3/4 ഗ്ലാസ് ഉഴുന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി കുതിർത്തെടുത്ത പച്ചരിയും ഉഴുന്നും എല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം അതിലേക്ക് കുറച്ച് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു തവി ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മാവൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടേ. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 8-9 മണിക്കൂർ ഒന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പം ഏകദേശം 8 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. മാവൊക്കെ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഒരു സ്പെഷ്യൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മസാല തയ്യാറാക്കി എടുക്കാനുണ്ടേ. 3 ഉരുളക്കിഴങ്ങ്, 1 സവാള, പകുതി ക്യാരറ്റ്, 2 പച്ചമുളക്, 1 വലിയ തക്കാളി, ഇതെല്ലാം കൂടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇതെല്ലാം കൂടി ഞാനൊരു കുക്കറിലിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കണത്. എല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഉരുളക്കിഴങ്ങിൻ്റെയും സവാളേൻ്റെയും ഒക്കെ അളവേ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാമേ. ഞാനിവിടെ ഈ ഒരു അളവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെയും മുളക് പൊടിയുടെയും ഒക്കെ അളവും കൂട്ടിയെടുത്തോളൂ കേട്ടോ. കറിയൊന്നും കൂട്ടിയിട്ടല്ലല്ലോ ഈ ഇഡ്ഡലി കഴിക്കണത്. അതുകൊണ്ട് തന്നെ മസാലയ്ക്ക് കുറച്ചധികം എരിവുണ്ടെന്ന് വെച്ചിട്ട് പ്രശ്നമില്ല കേട്ടോ. മസാലയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടേ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതിപ്പം കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഇരിക്കണത്. നമ്മൾക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണേ. അതിന് വേണ്ടിയിട്ടേ ഞാനൊരു ഫ്രൈയിങ് പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടേ. ഇതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്തെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ ഉടച്ചെടുത്ത മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബിരിയാണി മസാലയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാല ഇഡ്ഡലിയുടെ ഉള്ളിലായിട്ടാണ് കേട്ടോ നമ്മൾ വെക്കണത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് തിക്കാക്കി എടുക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. ഇഡ്ഡലിമാവൊക്കെ ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടേ. ഞാൻ ഇന്നത്തെ ആവശ്യത്തിനുള്ള ഇഡ്ഡലിമാവേ വേറൊരു പാത്രത്തിലേക്ക് എടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ബാക്കിയുള്ള മാവേ ഞാൻ ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുകയാണേ. നാളെ ദോശ ഉണ്ടാക്കാമല്ലോ. ഇഡ്ഡലി ചുടുന്ന സമയത്തെ അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് ഞാൻ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ടേ. അപ്പോഴേക്ക് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായല്ലോ. കുട്ടികൾക്ക് സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ടും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കാനും ഒക്കെ കൊടുത്തു വിടാൻ പറ്റിയൊരു സ്പെഷ്യൽ ഇഡ്ഡലിയാണ് കേട്ടോ ഇത്. ഇതാണെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും സ്കൂളിലേക്ക് കൊടുത്തു വിടേണ്ട ആവശ്യവും വരില്ല. ആദ്യം തന്നെ ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചതിന് ശേഷം മസാല നടുവിലായിട്ട് ഈ കാണുന്ന പോലെ വെച്ച് കൊടുക്കാം. ശേഷം മസാല മൂടുന്ന രീതിയിൽ കുറച്ച് മാവ് കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ അളവ് തന്നെ പച്ചരിയും ഉഴുന്നും ചോറും ഒക്കെ എടുത്തിട്ട് മാവ് അരയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലി മാവ് കിട്ടും കേട്ടോ. ഇഡ്ഡലി ചെമ്പിലെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇഡ്ഡലി ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു മസാല ഇഡ്ഡലി ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും മറക്കരുതേ. ആദ്യത്തെ ട്രിപ്പ് ഇഡ്ഡലി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ടേ. കുറച്ച് വെള്ളം തളിച്ചതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇഡ്ഡലി തട്ടിൽ എണ്ണ പുരട്ടാൻ മടിയുള്ളവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ വാഴയില വെച്ചിട്ടും ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാമേ.
കൂടുതൽ എണ്ണയൊന്നും ചേർക്കാത്ത ഹെൽത്തി ആയിട്ടുള്ളൊരു മസാല ഇഡ്ഡലിയാണ് കേട്ടോ ഇത്. വാഴയിലയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴേ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും ഇത്. അപ്പം നമ്മളുടെ ചാനലിലെ 25K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് കേട്ടോ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇനിയും മുന്നോട്ടും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ പ്രതീക്ഷിക്കുകയാണേ. ഇഡ്ഡലിയൊക്കെ അതാ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വാഴയിലയിൽ വേവിക്കാൻ വെച്ച നമ്മുടെ ബാക്കിയുള്ള ഇഡ്ഡലിയും കൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു മസാല ഇഡ്ഡലി ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ കേട്ടോ. അപ്പം ഞാനും മക്കളും കൂടെ ചായ കുടിക്കാൻ പോകുകയാണേ. നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.